ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ഹൗണ്ട് എന്ന സീരീസിൻ്റെ സീസൺ 2 ആണ്. മൊത്തം 7 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പം നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് ഹൈപ്പും കൂടി ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഗൺവുവിനെയാണ്. അവൻ അലാറത്തിൻ്റെ സൗണ്ട് കേട്ട് എണീക്കും. ആ റൂമിൽ തന്നെ വുജിനും ഉണ്ടാവും. അങ്ങനെ രാവിലെ 6 മണിക്ക് എണീറ്റ് ട്രെയിൻ ചെയ്യാൻ തുടങ്ങും. പോകുന്ന വഴിക്ക് ഗൺവുവിൻ്റെ അമ്മയുടെ കതകും തട്ടിയിട്ടാണ് അവർ പോകുന്നത്. ശേഷം പതിവ് പോലെ അവരുടെ ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ അടുത്ത് ഗൺവുവിന് വേറൊരാളുമായി മാച്ച് ഉണ്ട്. ശേഷം ഗൺവുവിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ സ്വന്തമായി ഒരു കഫേ ഉണ്ട്. അവരിപ്പോൾ നല്ല നിലയിലായിരിക്കും ഉള്ളത്. അവർ രണ്ടുപേരും ചേർന്ന് അമ്മയെ സഹായിക്കുകയൊക്കെ ചെയ്യും. ഗൺവു ഒരു ഡെലിവറി ഓർഡർ കൊടുക്കാൻ പോകും. ലിഫ്റ്റ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് സ്റ്റെയർസ് എല്ലാം ഓടിക്കേറി അയാൾക്ക് കൊടുക്കും. ഇവൻ വലിയ ബോക്സർ ആയതുകൊണ്ട് തന്നെ അവനെ തിരിച്ചറിഞ്ഞ അയാൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഞാനും ഒരു ടൈക്കോണ്ടോ അത്ലറ്റ് ആണെന്ന് പറയും. എന്തായാലും നിങ്ങളുടെ മാച്ചൊക്കെ അടിപൊളിയാവട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ആ മാച്ച് നടക്കുന്ന ദിവസം വന്നെത്തും. 2 മത്സരാർത്ഥികളും വെയിറ്റ് നോക്കി നേർക്ക് നേർ വരും. അയാൾ ഞാൻ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റും, റിങ്ങിൽ കയറിയാൽ നീ ചത്തെന്ന് പറയും. പക്ഷെ ഗൺവു ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവൻ മോന്തക്കടിക്കും. അതിൽ വുജിൻ ഇടപെട്ട് ഒന്നും തള്ളുമാവും. ശേഷം കാണിക്കുന്നത് നമ്മുടെ മെയിൻ വില്ലനെയാണ്. ബെയ്ക്ക് എന്നാണ് ഇവന്റെ പേര്. അവന്റെ കൂടെ വേറെ 2 പേരും ഉണ്ട്. ശേഷം അവരുടെ മാച്ചാണ് കാണിക്കുന്നത്. മാച്ച് കാണാൻ അവന്റെ അമ്മയും വന്നിട്ടുണ്ട്. അങ്ങനെ അതിനായി തയ്യാറെടുക്കും. മാച്ച് കാണാൻ ബെയ്ക്കും വന്നിട്ടുണ്ട്. കാരണം ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് അവന്റെ ആളാണ്. അങ്ങനെ മാച്ച് തുടങ്ങും. അതിലൊരു പഞ്ച് ഗൺവുവിന് കിട്ടും. ആ നേരം വുജിൻ അവനോട് നന്നായി ശ്വാസം എടുക്കെന്ന് പറയുന്നു. നന്നായി കളിക്കുമോനെ എന്ന് പറയുന്നത് കേൾക്കുന്ന ബെയ്ക്കിന്റെ ഒപ്പമുള്ളവൻ അവന്റെ അമ്മയെ ഇങ്ങനെ നോക്കും. അങ്ങനെ ആദ്യ റൗണ്ടിൽ ഗൺവുവിന് കുറച്ച് കിട്ടും അവൻ്റെ ഇരുന്ന്. ഗൺവു അവൻ ഭയങ്കര സ്ട്രോങ് ആണ്. വുജിൻ പോയി അവനെ തോൽപ്പിച്ചിട്ട് വാ, നിനക്കേ അതിന് പറ്റൂ. അവൻ നല്ല രീതിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിടും. അങ്ങനെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ റൗണ്ടിൽ ഗൺവു തന്നെ സ്കോർ ചെയ്യും. ഇവന്റെ ഫുൾ നെയിം കിം ഗൺവു എന്നായതുകൊണ്ട് നമുക്കിനി ഇവനെ കിം എന്ന് വിളിക്കാം. ബെയ്ക്ക് നോക്കുമ്പോൾ എല്ലാവരും കിമ്മിന് വേണ്ടി കൈയടിക്കുന്നത് കാണും. വുജിൻ അവന്റെ കണ്ണിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്, അത് മുതലാക്കി അവനെ തോൽപ്പിക്കെന്ന് പറയും. പിന്നെ നീ എന്തിനാ അടി പകുതിക്ക് വെച്ച് നിർത്തിയത്? ഞാൻ വീണ്ടും അവിടെ തന്നെ അടിച്ച അവന്റെ സ്റ്റിച്ചിന്റെ എണ്ണം കൂടും. അപ്പോൾ അവൻ ചാമ്പ്യനാണ്, അങ്ങനൊന്നും വിചാരിക്കണ്ട, ഒരു ചാൻസ് കിട്ടിയാൽ അപ്പോൾ തീർത്തേക്കെന്ന് പറയും. അങ്ങനെ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. വന്നതും പോയതും അറിഞ്ഞില്ല. കിം അവന്റെ വാരിലിട്ട് തന്നെ കൊടുക്കും. അതിലവൻ വീണു പോകുന്നു. അങ്ങനെ കിം അതിൽ വിജയിക്കുന്നു. മറ്റവൻ കിമ്മിനോട് നീ നല്ലൊരു ഫൈറ്ററാണ്, ഞാൻ എന്താണോ പറഞ്ഞത് അത് നീ മറന്നേക്ക് എന്ന് പറഞ്ഞ് അവരതെല്ലാം ആ സ്പിരിറ്റിലെടുക്കുന്നു. അങ്ങനെ വുജിൻ വന്ന് കിമ്മിനെ എടുക്കും. എല്ലാവരും ഹാപ്പി. ശേഷം ആ രാത്രിയിൽ കിമ്മിന്റെ വിജയം ആഘോഷിക്കാൻ ഹോങ് അവരുടെ വീട്ടിലെത്തുന്നു. കഴിഞ്ഞ സീസണിൽ ഇവർക്കൊപ്പം അവസാനം ഉണ്ടായിരുന്ന ആളാണ് ഈ ഹോങ്. വുജിൻ, കിം, ഹോങ് എന്നിവർ ചോയിയെയും അവരുടെ പേരക്കുട്ടിയെയും നഷ്ടപ്പെട്ട മറ്റു സുഹൃത്തുക്കളെയും കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ ഹോങ് പറഞ്ഞ പോലെ ചോയിയുടെ ഓർമ്മക്കായി താൻ ഒരു കുട്ടികളുടെ ആശുപത്രി പണിയുമെന്ന് ഹോങ് പറയുന്നു. വലിയൊരു ഹോസ്പിറ്റലായിരിക്കും. ഇത് കേട്ട് മറ്റവരും ഹാപ്പിയാവും. എന്നിട്ട് ബെയ്ക്കിന്റെ ആൾക്കാർ കിമ്മിന്റെ കൂടെ ഫൈറ്റ് ചെയ്തവനെയും കൊണ്ടുപോവുകയാണ്. ഇവൻ ബെയ്ക്കിന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇവൻ അവൻ്റെ കടം കൊടുത്ത് തീർക്കുന്നത് മൊത്തം ഇതുപോലെ ബോക്സിങ്ങിൽ കയറി ഫൈറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അടുത്ത മാച്ചിന് കൊണ്ടുപോവാണ് ഇവനെ. അപ്പോൾ നിങ്ങൾ എൻ്റെ മുഖം കണ്ടില്ലേ, ഇനി നാളെ ആവാം. അപ്പോൾ അതൊന്നും പറ്റില്ലെന്ന് പറയും. അതൊരു അയൺ നക്കൽ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും. ഒരു കേജിലിട്ടാണ് ഫൈറ്റ് നടക്കുക. അതൊക്കെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നുമുണ്ട്. അത് കണ്ട് ആൾക്കാർ പൈസ എറിയുന്നുമുണ്ട്. അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരുന്നത് ബെയ്ക്കായിരിക്കും. ഇവനെ കണ്ടതും ഈ ഫൈറ്റ് ഈസി ആയിരിക്കുമെന്നാണ് അവൻ മറ്റവൻ വിചാരിക്കുന്നത്. അതിനിടക്ക് ആ ക്യാമറ ഓഫ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ഭയങ്കര ബ്രൂട്ടലായി അവനെ അടിക്കാൻ തുടങ്ങും. എന്നിട്ട് $700 മില്യൺ ആയിരിക്കും ലൈവ് സ്ട്രീം ചെയ്ത് കിട്ടുക. ശേഷം ഒരു ഡോക്ടർ വന്ന് മറ്റവനെ നോക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് ചെറുതായിട്ടുണ്ട്, കുഴപ്പമില്ല, ഇവൻ്റെ ഹാർട്ടും കിഡ്നിയൊക്കെ എടുത്ത് വിൽക്കാനാണ് ഇവന്മാർക്ക്.
പെട്ടെന്ന് തന്നെ ഒരുത്തൻ വന്ന് കത്തിയെടുത്ത് കൊല്ലുന്നു. ഇവന്റെ ബോഡി പാർട്സ് നമ്മളിപ്പോൾ വിൽക്കുന്നില്ല, അത് പിന്നീട് ഒരു തെളിവായി മാറും. ബെയ്ക്കിനടുത്തത് ഇതുപോലെ കിട്ടേണ്ടത് കിം ഗൺവുവിനെയാണെന്ന് പറയുന്നു. ശേഷം ടേയോങ് എന്നൊരു പെണ്ണിനെ കാണിക്കുന്നു. ഇവൾ മുമ്പത്തെ സീസണിൽ കിമ്മിനെയും വുജിനെയും ചോയുടെ നേതൃത്വത്തിൽ സഹായിച്ചവളായിരിക്കും. ഹാക്കറായിരുന്നു അവൾ. കഴിഞ്ഞ സീസണിൽ ഒരു ട്രക്ക് ഇടിച്ച് അവളെ ആക്സിഡന്റ് ആക്കിയതായിരിക്കും വില്ലന്മാര്. അവളെ കാണാൻ അവർ രണ്ടുപേരും വരും. ബോക്സിംഗിൽ ജയിച്ചതിന് കിമ്മിനോട് കൺഗ്രാറ്റ്സ് പറയും. എന്നിട്ട് അവളെയും കൂട്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലും. അവൾ എല്ലാം ഒന്ന് ശരിയായാൽ മിൻ ബിയോമിൽ സൈബർ സുരക്ഷാ ഏജന്റായി താൻ ജോലി ചെയ്യുമെന്ന് അവൾ പറയുന്നു. അവിടുന്ന് അവൾ കിമ്മിനെ വേറൊരു സാധനം നോക്കാനായി പറഞ്ഞുവിടും. എന്നിട്ട് അവൾ വുജിനോട്, നിങ്ങൾ എല്ലാ ആഴ്ചയും എന്നെ കാണാൻ വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് പറ്റിയതോർത്ത് കുറ്റബോധം വരേണ്ട ആവശ്യമില്ല. എൻ്റെ ഡ്യൂട്ടിക്കിടെ പറ്റിയതല്ലേ, എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വുജിൻ, ഞങ്ങൾ മുമ്പ് നിന്നോടിത് പറഞ്ഞിട്ടില്ല. കിമ്മും ഞാനും ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു ഫാമിലി ആയി കഴിഞ്ഞാൽ പിന്നെ എന്നും അതുപോലെ തന്നെയായിരിക്കും. നീയും ഞങ്ങളുടെ ഫാമിലിയാണ്. നീ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു, അതുകൊണ്ട് നീ എന്നും ഞങ്ങളുടെ കൂടെ വേണം. ഇത് കേട്ട് അവളൊന്ന് ഇമോഷണൽ ആവും. അവൻ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും. ഈ സമയത്താണ് അവിടേക്ക് കിമ്മ് വരുന്നത്. ഇത് കണ്ട അവൻ വാ പൊളിക്കും. ഇവര് ലവ് ആണല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കും. ശേഷം ബെയ്ക്ക് നേരെ കിമ്മിൻ്റെ വീട്ടിലേക്ക് പോകും. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അമ്മ വന്ന് ക്യാമറയിൽ ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കിമ്മിൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയും. അപ്പോൾ അവൻ വീട്ടിലില്ല, ലേറ്റ് ആവുമെന്ന് പറയും. അപ്പോൾ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്തോളാം. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് അമ്മ അവരെ അകത്തേക്ക് കയറ്റുന്നു. കുറച്ച് കഴിഞ്ഞ് കിമ്മും വുജിനും അവിടെ എത്തും. പുറത്ത് അവരുടെ ഷൂസ് കാണും. അമ്മയോട് അവിടുന്ന് പൊക്കോളാൻ പറയുന്നു. ബെയ്ക്ക്, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളാരാ? അപ്പോൾ ഞാനൊരു ബോക്സിംഗ് കോർപ്പറേഷൻ നടത്തി വരുന്നുണ്ട്, IKFC എന്ന് പറയും. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നീയും വന്ന് ചേരണം. അപ്പോൾ അവർക്ക് താല്പര്യമില്ലെന്ന് പറയും. ബെയ്ക്ക്, ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ഒരുത്തൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തില്ലേ, എത്ര കിട്ടി? 100 മില്യൺ വോണല്ലേ? IKFCയിൽ ഒരു മാച്ചിന് 10 ബില്യൺ വോൺ വെച്ച് കിട്ടുമെന്ന് പറയും. എന്നിട്ട് കുറച്ച് ക്യാഷ് അവർക്ക് നീട്ടും. ഒറ്റ മാച്ച് കളിച്ചാൽ മതി നീ, അത്രയും ക്യാഷ് കിട്ടും നിനക്ക്. പെട്ടെന്ന് അമ്മ അവിടേക്ക് വരും. ആർക്കാ ഇത്രയൊക്കെ ക്യാഷ് വേണ്ടത്? ഇവർ നിന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അകത്തേക്ക് വിളിച്ചത്. അങ്ങനെ കള്ളം പറഞ്ഞ ഇവരെ എങ്ങനെ വിശ്വസിക്കണമെന്ന് അവരോട് പൊക്കോളം പറയും. അവരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തും. നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്തിരിക്കും, നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവർ പോകുന്നു. ശേഷം കിമ്മും വുജിനും ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇവനെ പറ്റി അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കും. അപ്പോൾ വുജിൻ ഒരു പരിചയക്കാരനുണ്ട്, യാങ് ജെ എന്നൊരുത്തൻ. അവൻ ഈ ബോക്സേഴ്സിനെ പറ്റിയൊക്കെ അറിയാം. ആ കാര്യത്തിൽ പ്രോ ആണ് അവൻ. എന്നിട്ട് അവനെ വിളിച്ച് പിറ്റേ ദിവസം അവനെ കാണാനായി ചെല്ലും. എന്നിട്ട് അവർ പറഞ്ഞ പോലെ എല്ലാ ബോക്സേഴ്സിൻ്റെയും രജിസ്റ്റർ ചെയ്ത ലിസ്റ്റ് അവർക്ക് കൊടുക്കും. പക്ഷെ ബെയ്ക്ക് അതിലുണ്ടാവില്ല. അതിലില്ലെന്ന് പറയുമ്പോൾ കൊറിയൻ ബോക്സിംഗ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണിവർ. നിനക്ക് ഈ IKFCനെ കുറിച്ച് എന്തേലും അറിയോ? ഓ, അതൊക്കെ ഇല്ലീഗലായിട്ടുള്ള ബെറ്റിംഗ് ക്യാഷൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതങ്ങനെ ആർക്കും അറിയില്ല, പ്രൈവറ്റാണ്. 4 മില്യണിലധികം മെമ്പേഴ്സ് ഉണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. ഓരോ ആൾക്കാരും 10,000 വോൺ വെച്ച് ബെറ്റ് ചെയ്താൽ മൊത്തം എത്രയാകും എന്ന് ആലോചിച്ച് നോക്ക്. ശേഷം ബെയ്ക്കിനോട് പണ്ട് കിമ്മിൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അതിൽ 4 പേരും ഇപ്പോൾ ജയിലിലാണ്. അവർക്കിപ്പോഴും കിമ്മിനോടും വുജിനോടും പകയുണ്ട്. അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയാൽ ബാക്കി അവർ നോക്കിക്കോളും. അപ്പോൾ ഒരാൾക്ക് എത്ര വെച്ച് ഇറക്കണമെന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് 100 മില്യൺ എന്ന് പറയും. ഇത്ര എക്സ്പെൻസീവ് ആണോ? ഇനി ആണേലും അത് വെർത്താണെന്ന് പറയും. എന്നിട്ട് ആ 4 പേരുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കും. അതിൽ ഒരുത്തൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യും. അത് കാങ്ങിൻ്റെ ആയിരിക്കും. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഗില്ലിൻ്റെ വിശ്വസ്തൻ. കിമ്മിൻ്റെ അമ്മയ്ക്ക് വേദനിച്ചാൽ അവനും വേദനിക്കും. പിന്നെ നമ്മൾ പറയുന്ന പോലെ വരും കാര്യങ്ങൾ. ശേഷം കാണിക്കുന്നത് ജയിലാണ്. അവിടെ കാങ് ചുമരിനിട്ട് പഞ്ച് ചെയ്ത് അവൻ്റെ ദേഷ്യം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവനൊരു ബുക്ക് കൊടുക്കും. അതിലായി ഒരു എഴുത്തും ഗുളികയും ഉണ്ടാവും. ഈ ഗുളിക നീ കഴിക്ക് 2 ദിവസം, ഞാൻ നിന്നെ പുറത്തിറക്കാം എന്നായിരിക്കും അത്. ശേഷം വേറെ 2 പേര് കഫേയിലേക്ക് ചെല്ലും. അത് കണ്ട് ടെൻഷനായി അമ്മ കിമ്മിനെ വിളിക്കാൻ നിൽക്കുമ്പോൾ അവർ വന്നത് കഫേയിലേക്കായിരിക്കില്ല. അപ്പോൾ ആശ്വാസമാകും. ശേഷം വുജിൻ വന്ന് അന്ന് കിമ്മിൻ്റെ കൂടെ മാച്ചിൽ ഫൈറ്റ് ചെയ്തവൻ മിസ്സിംഗ് ആണെന്ന ന്യൂസ് കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ പിന്നിലും അവന്മാരായിരിക്കും എന്ന് പറയും. ശേഷം ബെയ്ക്കിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഹാക്കർ അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്യുകയും അവരുടെ ഡോറ് വരെ അൺലോക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അവൻ്റെ ആൾക്കാരെ അകത്തേക്ക് അയക്കും. എന്നിട്ട് പതുക്കെ അമ്മയുള്ള റൂമിലേക്ക് ചെല്ലും. കൈയും കാലും കെട്ടിയിട്ട് വായും പൊത്തി എന്നിട്ട് അവരെ പൊക്കിക്കൊണ്ടുപോകാൻ നേരത്ത് താഴെ വീഴുന്നു അവർ. ഈ സൗണ്ടിൽ കിം എഴുന്നേൽക്കുന്നു.
അവൻ ഇത് കണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവന്മാർ ചവിട്ടി താഴെയിടും. അപ്പോൾ തന്നെ വുജിൻ അവിടെ എത്തും. അതിനിടയ്ക്ക് അമ്മയെ എടുത്ത് താഴേക്ക് പോകുന്നത് കിം കാണും. വുജിനോട് നീ ഇവനെ നോക്കെന്ന് പറഞ്ഞ് പുറത്തേക്ക് എടുത്ത് ചാടും. എന്നിട്ട് കിമ്മിനെ ഷോക്കടിപ്പിച്ച് അവന്റെ ബോധം കളയുന്നു. ഇവിടെ വുജിൻ ഒരുത്തന്റെ വിരലൊടിച്ച് കൊടുക്കുമ്പോൾ അവൻ അവിടുന്ന് താഴെ വീഴുന്നു. പിന്നെ വുജിൻ താഴേക്ക് വരും. എല്ലാവരും അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. ആ വീണവനെയും വലിച്ചോണ്ട് അവിടുന്ന് പോകുന്നു. അമ്മയെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. എന്നാലും കിമ്മിന് അവരെ വിടാൻ ഉദ്ദേശമില്ല. അവരുടെ വണ്ടിയുടെ പിന്നാലെ തന്നെ ഓടും. ആ വണ്ടിയുടെ ഉള്ളിലുള്ളവന്മാർ അവരുടെ വേദന സഹിക്കാൻ പറ്റാതെ കരയായിരിക്കും. അതിലൊരുത്തൻ അവിടെ ഒരു ബോംബ് കാണും. പെട്ടെന്ന് ബേക്കിന്റെ ആള് ഫോണിൽ എന്തോ ചെയ്യുമ്പോൾ ആ കാർ പെട്ടെന്ന് കത്തിപ്പോകുന്നു. ഇത് കിമ്മും കാണുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.